ഈ കഥകൾ വഴി പഠിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇറ്റ്സ് എൻ എയ്ഡ് ടു മെമ്മറിയാണ്, ഓർത്തിരിക്കാൻ എളുപ്പമാണ്. ഇപ്പോൾ ഓരോരോ ഘട്ടങ്ങളായിട്ട് അതൊരു നരേറ്റീവിൻ്റെ ഒരു സ്റ്റൈലാണ്. പണ്ട് പാറയിൽ എഴുതി വെക്കുക അല്ലെങ്കിൽ താളിയോലയിലൊക്കെ എഴുതി വെക്കുന്ന ഒരു കാലഘട്ടത്തിൽ മനുഷ്യൻ്റെ ഓർമ്മ ആ എഴുതി വെച്ചത് സംരക്ഷിക്കപ്പെട്ടെങ്കിൽ മാത്രമേ ഈ ഓർമ്മ അടുത്ത തലമുറകളിലേക്ക് കൈമാറാൻ സാധിക്കും. അതിന് വരെ ഒരു ഓറൽ ട്രഡീഷൻ ഉണ്ടാക്കിയിട്ട് അതൊരു കഥാരൂപത്തിലാക്കിയിട്ട് കഥ പെട്ടെന്ന് നമ്മുടെ മനസ്സ് വളരെയധികം കൗതുകത്തോടു കൂടി കേൾക്കുകയും ഇമോഷണലായിട്ട് ഫീഡ് ചെയ്യുകയും ചെയ്യും. അത് അടുത്ത തലമുറയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ, ഒരു ഹാർഡ് ഡിസ്കിൽ നിന്ന് മറ്റൊരു ഹാർഡ് ഡിസ്കിലേക്ക് പോകുന്നത് പോലെ ട്രാൻസ്ഫറൻസ് ഓഫ് നോളജ് ആൻഡ് എക്സ്ചേഞ്ച് എന്നുള്ളതിന് ഏറ്റവും നല്ലതാണ് കഥാരൂപം. പക്ഷേ ഇവിടെ എന്താ പറയുന്നത്, നിങ്ങൾ ആ ഒരു സാധനം എടുത്തിട്ട് പറയുന്നത് ഈ കഥ എന്ന് പറയുന്നത് ഒരു തെറ്റായ കാര്യം അല്ലെങ്കിൽ ഫോൾസായ ഒരു കാര്യം, ഒരു ഫേക്കായ കാര്യം പഠിപ്പിക്കാൻ ഉപയോഗിക്കുന്നു എന്നുള്ളതും, രണ്ട് ഈ കഥ ശരിയാണെന്നുള്ള ഒരു ട്രൂത്ത് ക്ലെയിം, അതാണ് ഏറ്റവും ഭീകരം. ഈ കഥ ശരിയാണെന്നുള്ള വാദമാണ് മതം. കഥ ശരിയാണെന്നുള്ള വാദം ഇല്ലെങ്കിൽ അത് സാഹിത്യമാണ്.